Hello dear students, welcome back to ISK Easy English. Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി അതുപോലെ തന്നെ PPTTC സ്റ്റുഡൻസിന് വേണ്ടിയുള്ള അവരുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. അപ്പോൾ അവരുടെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടാണ് വരുന്നത്. രണ്ട് പാർട്ടായിട്ടാണ് അവർ പഠിക്കുന്നത്. പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ഗ്രാമർ ആണ്. അതുപോലെ തന്നെ പാർട്ട് ബി എന്ന് പറയുന്നത് അവർക്ക് ഏതാണ് സ്റ്റോറി അതുപോലെ തന്നെ ആർട്ടിക്കിൾ പോയം ഇതൊക്കെയാണ് അവർക്ക് പാർട്ട് ബിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് എ, അതായത് ഗ്രാമറിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പാർട്ട് എയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ട് ബിയും. അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ട് എ, അതായത് ഗ്രാമറിന്റെ ക്ലാസ്സാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവർക്ക് ആദ്യം പഠിക്കാനുള്ളത് വേർഡ് എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് തുടങ്ങുന്നത് ഫസ്റ്റ് വരുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ ആദ്യം വരുന്നത് വേർഡ് ആണ്. വേർഡ് എന്ന് പറയുന്ന ടൈറ്റിൽ, അതിന് കീഴിൽ പഠിക്കാനുള്ളത് വേർഡ് ഓർഡർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ഫോളോ ചെയ്തിട്ട് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ, കാരണം അവരുടെ ടെക്സ്റ്റ് എന്താണോ പഠിക്കാൻ പറയുന്നത് കൃത്യമായിട്ട് ആ സിലബസ് ഫോളോ ചെയ്തിട്ടാണ്, ആ ടെക്സ്റ്റ് അതുപോലെ ഫോളോ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പഠിക്കാനുള്ളത് ഫസ്റ്റ് വേർഡ്, അതുപോലെ തന്നെ വേർഡിൽ വേർഡ് ഓർഡർ. എന്താണ് വേർഡ് ഓർഡർ എന്നുള്ളതാണ്. വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണ്ട, കാരണം ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്, അതായത് വേർഡ്സ് കൂടി ചേരുമ്പോൾ അല്ലെ, വേർഡ്സ് ടുഗദർ ഫോം സെന്റൻസ്. വാക്കുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് വാചകം ഉണ്ടാവുന്നത്. ആ ഒരുമിച്ച് ചേരുക എന്ന് പറയുമ്പോൾ നമ്മൾ തോന്നിയ പോലെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇഷ്ടത്തിന് ഇപ്പൊ എന്ത് ചെയ്യാണ്, ഈറ്റ് പറയാ, ഫുഡ് പറയാ, പെന്ന് പറയാ, അതുപോലെ തന്നെ ഈന്ന് പറയാ, ഏന്ന് പറയാ, ഇങ്ങനെ കുറെ വാക്കുകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെന്റൻസ് ആവില്ല. കാരണം സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് മീനിങ് ആയിരിക്കണം, കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെന്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഐ ബോട്ട് എ പെൻ, ഞാനൊരു പേന വാങ്ങി. എ പെൻ ഐ ബോട്ട്, അത് സെന്റൻസ് അല്ല, കാരണം അതിന് മീനിങ് ഇല്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളെ നിശ്ചിതമായിട്ടുള്ള ക്രമത്തിൽ അറേഞ്ച് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അതിനെ വാചകം എന്ന് വിളിക്കുക. അതിനാണ് നമ്മൾ വേർഡ് ഓർഡർ എന്ന് പറയാം. അതായത് നമ്മൾ വേർഡ് ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയ സെന്റൻസ് നമുക്ക് SV, സബ്ജക്റ്റും വെർബും. നെക്സ്റ്റ് നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അല്ലെ. SV എന്ന് പറയുമ്പോൾ ഐ കം, പിന്നെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഐ ബോട്ട് എ പെൻ. അപ്പൊ ഐ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റും വെർബും ഉള്ളൂ. ഐ ബോട്ട്, ഞാൻ വാങ്ങി. BOUGHT ആണ് ബോട്ട്. ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. ഐ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങി, അത് സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആം എ ടീച്ചർ, ഐ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, ആം എ ടീച്ചർ എന്നുള്ളത് ആം എന്നുള്ളത് വെർബാണ്. ദെൻ ഐ ബോട്ട്, എന്ത് വാങ്ങി, ഐ ബോട്ട് ഞാൻ വാങ്ങി. എന്ത് വാങ്ങി, എ പെൻ, എന്താ വാങ്ങിയത്, പേനയാണ്. അതുപോലെ തന്നെ ഐ പ്ലേ, ഞാൻ കളിക്കുന്നു, സബ്ജക്റ്റും വെർബും മാത്രമാണ്. ഐ പ്ലേ, എന്ത് കളിക്കുന്നു, വാട്ട്. ഐ പ്ലേ ഫുട്ബോൾ, അപ്പൊ എന്തായി, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഇപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ വരുന്ന വാക്കുകളുടെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച് ആ സെന്റൻസിന്റെ സ്ട്രക്ചറിൽ, അതിന്റെ വേർഡ് ഓർഡറിൽ മാറ്റം വരും. നെക്സ്റ്റ് വണ്ണാണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അഡ്വേർബിയൽ. ജസ്റ്റ് ഒന്നുകൂടി ആഡ് ചെയ്തു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ മെറ്റ് രാഹുൽ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ രാഹുലിനെ കണ്ടു. ഐ മെറ്റ് രാഹുൽ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. ഐ മെറ്റ് രാഹുൽ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. യെസ്റ്റർഡേ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വേർബിയൽ ആയി. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഐ ആം സ്മാർട്ട്, ഞാൻ സ്മാർട്ടാണ്. ഐ എന്നുള്ളത് സബ്ജക്റ്റ്, ആം എന്നുള്ളത് വെർബ്. അതുപോലെ തന്നെ സ്മാർട്ട് എന്നുള്ളത് ഇവിടെ കോംപ്ലിമെന്റ് ആണ്. സ്മാർട്ട് എന്ന വേർഡ് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കാണ്ട് അത് അഡ്ജക്റ്റീവ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെന്റ്, അതായത് SVC. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു എന്നൊന്ന് ജസ്റ്റ് നമ്മളെ ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റിൽ ഇത് വരുന്നില്ല. നമ്മൾ വേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ വേർഡ് ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ ഏതെല്ലാം വേർഡ് ഓർഡർ വരുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. SV, SVO,
SVC, അതുപോലെ തന്നെ SVOA. കാരണം ഇനിയും വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊക്കെയാണ് വേർഡ് ഓർഡർ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. ഇനി എന്താണ് വേർഡ് ഓർഡർ, എന്താണ് വേർഡ് ഓർഡറിന്റെ പ്രാധാന്യം? അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വേർഡ് ഓർഡറുകൾ ഇപ്പൊ തന്നെ ഞാൻ 4 പറഞ്ഞില്ലേ, ഈ വേർഡ് ഓർഡർ കീപ്പ് ചെയ്താൽ മാത്രമേ ആ സെന്റൻസിന് അർത്ഥം കിട്ടൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ പറയുന്ന വാചകം എന്ന് വിളിക്കണമെങ്കിൽ തന്നെ അതിന് മീനിങ് വേണം. മീനിങ് ഫുൾ ആണെങ്കിൽ, ഒരു കംപ്ലീറ്റ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സെന്റൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടണമെങ്കിൽ വേർഡ് ഓർഡർ കീപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെയിം സെന്റൻസ്, കൃത്യമായിട്ടുള്ള മീനിങ് ഉള്ള ഒരു സെന്റൻസ്, ഐ മെറ്റ് രാഹുൽ എസ്റ്റർഡേ, ഐ മെറ്റ് രാഹുൽ എസ്റ്റർഡേ, ഈ സെന്റൻസിലെ വേർഡ് ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്താൽ എന്താ സംഭവിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ. ഐ മെറ്റ് രാഹുൽ എസ്റ്റർഡേ, എസ്റ്റർഡേ എടുത്തിട്ട് നടുവ് കൊടുന്നു, ഐ എന്നുള്ളത് ആ തലക്ക് കൊണ്ടുപോയി, രാഹുലിനെ ഈ തലക്ക് കൊണ്ടുപോയി. വാട്ട് വിൽ ഹാപ്പൺ? ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ, എന്ത് സംഭവിക്കും? നമ്മൾ ക്രമം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് മാറ്റി കഴിഞ്ഞാൽ 2 കാര്യമാണ് സംഭവിക്കുക. ഒന്നുകിൽ ഈ സെന്റൻസിന് എന്ത് കിട്ടും? എ ന്യൂ മീനിങ്. ഒന്നുകിൽ ഇതിന് പുതിയൊരു മീനിങ് കിട്ടും, അല്ലെങ്കിൽ ഈ സെന്റൻസിനുള്ള അർത്ഥം ഉണ്ടല്ലോ, അർത്ഥം നഷ്ടപ്പെടും, ഉള്ള അർത്ഥം നഷ്ടപ്പെടും. എന്നിട്ട് ഈ സെന്റൻസ് മീനിങ്ലെസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഈ സെന്റൻസ് എന്ത് ചെയ്യും? വിൽ അക്വയർ എ ന്യൂ മീനിങ്. ഇതിനൊരു പുതിയ മീനിങ് കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സെന്റൻസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. He has returned from hospital. He has returned from hospital. അവൻ ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വന്നു. He has returned from hospital. ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വന്നു. ഒരു സാധാ സെന്റൻസ് ആണിത്. ഇതിന്റെ ടെൻസും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, അതൊക്കെ പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ടെക്സ്റ്റിൽ പറയുന്ന പോലെ ഇങ്ങനെ പോവാം. He has returned from hospital. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുന്നുള്ളൂ, ഇതിലെ വേർഡ് ഓർഡർ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ഹി ഹാസ് റിട്ടേൺഡ്, അതിൽ ഞാൻ ആ ഹാസ് എന്നുള്ളത് ആ സ്ഥാനത്ത് നിന്ന് ഞാനൊന്ന് മാറ്റാം. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഹാസ് എന്നുള്ള ഓക്സിലറി വെർബ് വരുന്നത്. ഹാസ് എന്നുള്ളത് ഓക്സിലറി വെർബ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ആ ഹാസിനെ ഞാൻ ആ സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്നിടത്ത് നിന്നും അതിനെ ഞാൻ തുടക്കത്തിലേക്ക്, ഈ സെന്റൻസിന്റെ ബിഗിനിങ്ങിലേക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എന്നാൽ ഞാൻ ആ സെന്റൻസ് ജസ്റ്റ് ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഹാസ് ഹി റിട്ടേൺഡ് ഫ്രം ഹോസ്പിറ്റൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അർത്ഥ വ്യത്യാസം നടന്നിട്ടുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ മീനിങ് നോക്കൂ. ഞാൻ ഇത്രയാണ് ചെയ്തത്, ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ അതിന്റെ സ്ഥാനം ചേഞ്ച് ചെയ്തു. കാരണം അത് വരുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ്. അതിന് ഞാൻ സെന്റൻസിന്റെ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ അർത്ഥം മാറ്റമുണ്ടാവൂ? തീർച്ചയായിട്ടും അതിന് അർത്ഥം മാറിയിട്ടുണ്ട്. ആദ്യം അതൊരു പ്രസ്താവനയായിരുന്നു. ഹി ഹാസ് റിട്ടേൺഡ് ഫ്രം ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്നും അവൻ റിട്ടേൺഡ്, അവൻ മടങ്ങി വന്നു. അത് ഞാൻ ചേഞ്ച് ചെയ്തു. ഇപ്പൊ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഹാസ് ഹി റിട്ടേൺഡ്, ഹാസ് ഹി റിട്ടേൺഡ് ഫ്രം ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്നും അവൻ മടങ്ങി വന്നു. അപ്പൊ എന്താ ഇവിടെ ചേഞ്ച്? ആദ്യം പറഞ്ഞ സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവും നമ്മളൊരു ഫുൾ സ്റ്റോപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ. പക്ക അവിടെ നമ്മൾ പങ്ക്ച്വേഷൻ എല്ലാം ഫോളോ ചെയ്തു. രണ്ടാമത്തെ സെന്റൻസ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ഒരു വേർഡ്, ആ വേർഡ് ഓർഡർ ഞാനൊന്നൊരു അല്പം മാറ്റി. അതോടുകൂടി ആ ഫുൾ സ്റ്റോപ്പ് നമ്മൾ മാറ്റുക, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അവിടെ ചേഞ്ച് വന്നു. അപ്പൊ നമ്മൾ ഇവിടെ രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കിയത് നമ്മൾ വേർഡ് ഓർഡർ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സെന്റൻസിന് എന്ത് ലഭിക്കും? ഒരു പുതിയ മീനിങ് ലഭിക്കും, അല്ലെങ്കിൽ ആ സെന്റൻസ് മീനിങ്ലെസ് ആയിട്ട് മാറും. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം സെന്റൻസ് കാറ്റഗറി തന്നെ മാറും, സെന്റൻസ് ടൈപ്പ് തന്നെ മാറി എന്നുള്ളതാണ്. ആദ്യത്തേത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, രണ്ടാമത്തേത് ആ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് മീൻസ് when we change the word order of a sentence, the sentence itself changes into another type. ആ സെന്റൻസ് തന്നെ എന്ത് ചെയ്യുന്നു? മറ്റൊരു ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നത്. അപ്പൊ ഇതാണ് ഇവിടെ വേർഡ് ഓർഡറിന്റെ പ്രാധാന്യം. അത് നമുക്ക് ഇത്രയാണ് വേർഡ് ഓർഡറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിച്ചിട്ട് ഒരു വലിയ വീഡിയോ ആക്കി ഇത് ഞാൻ മാറ്റിക്കൊണ്ടു പോകുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. നമ്മൾ ഈ വീഡിയോ നമ്മൾ
നമുക്ക് ഇത്തരത്തിൽ നമുക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു സഹകരണം എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കാരണം ഒരു പുതിയ ചാനൽ ആയതുകൊണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, റിപ്പീറ്റേഷൻ ഒരു ബോറടി ആവാണ്, ക്ഷമിക്കാം. അതായത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, കാരണം ഞാൻ പല വിധത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ജനറൽ ഗ്രാമർ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വിശദമായിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സംസാരിക്കും. അപ്പം ഇതിൽ ഡൗട്ടുള്ള ആളുകൾ ഇപ്പം ഈ ചാനലിൽ തന്നെ വരുന്നുണ്ട്. അതായത് ഹൗ ടു മേക്ക് ഓർ ഹൗ ടു കൺസ്ട്രക്ട് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ, ഒരു പാർട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവുള്ള ആളുകൾ അത്തരം വീഡിയോസൊക്കെ ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.